എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 IPL-ലെ 44-ാം മത്സരത്തിൽ ചിരവൈരികളായ ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും നേർക്കുനേർ വന്നപ്പോൾ കണ്ടത് മുംബൈയുടെ അപ്രതീക്ഷിത തകർച്ചയും ചെന്നൈയുടെ വെണ്ണിക്കുടി പാറിക്കലുമാണ്. മുംബൈ ഇന്ത്യൻസ് നായകൻ ഹർദിക് പാണ്ഡ്യ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ ധീരമായ തീരുമാനമെടുത്തതോടെയാണ് ഈ നാടകീയ രംഗങ്ങൾക്ക് തുടക്കമായത്. സ്പിന്നിനെ തുണയ്ക്കുന്ന ചെപ്പോക്കിലെ ആ പിച്ചിലേക്ക് മുംബൈയുടെ ഓപ്പണർമാർ നടന്നെടുക്കുമ്പോൾ വായുവിൽ വല്ലാത്തൊരു പിരിമുറുക്കവും ആവേശവും തങ്ങിനിൽപ്പുണ്ടായിരുന്നു. ഒരു സിനിമയിൽ എന്ന പോലെ ഉദ്വേഗജനകമായിരുന്നു മുംബൈയുടെ തുടക്കം. ഇന്നിംഗ്സിന്റെ രണ്ടാമത്തെ ഓവറിൽ തന്നെ അൻഷുൽ കംബോജ് തന്റെ കൃത്യതയാർന്ന ബോളിംഗിലൂടെ മുംബൈക്ക് ആദ്യ പ്രഹരമേൽപ്പിച്ചു. ക്രീസിൽ നിന്ന് പുറത്തിറങ്ങി വലിയൊരു ഷോട്ടിന് ശ്രമിച്ച വിൽ ജാക്സന്റെ ബാറ്റിന്റെ പുറംഭാഗത്തുരസി പന്ത് ബാക്ക്വേർഡ് പോയിന്റിലേക്ക് വായുവിൽ ഉയർന്നു. അവിടെ കാത്തുനിന്ന രാമകൃഷ്ണ ഘോഷ് ഒരു പുള്ളിയെപ്പോലെ കുതിച്ചു ചാടി നിലത്ത് തൊടുമുമ്പ് ആ അത്ഭുത ക്യാച്ച് കൈപ്പിടിയിലൊതുക്കി ജാക്സന്റെ ഇന്നിംഗ്സിന് തിരശ്ശീലയിട്ടു. ഈ ആദ്യ പ്രഹരത്തിന് ശേഷം മൈതാനത്തെത്തിയ യുവതാരം നമാൻ ധീർ വളരെ ശ്രദ്ധയോടെയാണ് തുടങ്ങിയത്. അൻഷുൽ കംബോജിന്റെ കൃത്യതയാർന്ന ഒരു ഇൻസ്വിംഗർ ധീറിന്റെ ബാറ്റിന്റെ ഉള്ളിലുരസി ഭാഗ്യത്തിന്റെ അകമ്പടിയോടെ ബൗണ്ടറി കടന്നതോടെ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തുറന്നു. എന്നാൽ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ കണ്ട അതേ ആക്രമണോത്സുകത ഇവിടെയും ആവർത്തിക്കുന്നതാണ് പിന്നീട് കണ്ടത്. മൂന്നാം ഓവറിൽ മുകേഷ് ചൌധരിക്ക് മുന്നിൽ ദക്ഷിണാഫ്രിക്കൻ ബാറ്റർ റിയാൻ റിക്കൽട്ടൺ തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. മണിക്കൂറിൽ 141 കിലോമീറ്റർ വേഗത്തിൽ വന്ന മുകേഷിന്റെ പന്തിനെ അങ്ങേയറ്റം സാങ്കേതിക തികവോടെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ റിക്കൽട്ടൺ സിക്സറിന് പറത്തി. അവിടെയും നിൽക്കാതെ തൊട്ടടുത്ത പന്തിൽ തന്റെ കരുത്ത് മുഴുവൻ സംഭരിച്ച് മിഡ് വിക്കറ്റ് സ്റ്റാൻഡിലേക്ക് പന്ത് അടിച്ചകറ്റി. റിക്കൽട്ടണും നമാൻ ധീരും ചേർന്ന് പടുത്തുയർത്തിയ ഈ അപകടകരമായ കൂട്ടുകെട്ട് ചെന്നൈ നായകൻ ഋതുരാജ് ഗേക്വാദിന്റെ നെറ്റിയിൽ ചിന്താക്കുഴപ്പത്തിന്റെ വരകൾ വീഴ്ത്തി. നാലാം ഓവറിൽ റിക്കൽട്ടൺ ഒരു ആത്മഹത്യാപരമായ റണ്ണൌട്ടിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടപ്പോൾ മത്സരത്തിന്റെ ആവേശം അതിന്റെ കൊടിമുടിയിലെത്തി. ക്രീസിൽ നിന്ന് പുറത്തായിരുന്ന റിക്കൽട്ടനെ ലക്ഷ്യമാക്കി എറിഞ്ഞ പന്ത് സ്റ്റമ്പിൽ കൊള്ളാതെ പോയപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം ശ്വാസമടക്കി പിടിച്ചു. ഈ ജീവൻദാനം റിക്കൽട്ടനെ കൂടുതൽ നിർഭയനാക്കി. തുടർന്ന് പ്രശാന്ത് വീർ എറിഞ്ഞ ഓവർ ചെന്നൈ ആരാധകർ ഒരിക്കലും മറക്കില്ല. സ്പിൻ ബോളിംഗിനെതിരെയുള്ള തന്റെ അസാമാന്യ പാടവം തെളിയിച്ചുകൊണ്ട് ആദ്യ പന്തിൽ തന്നെ മുട്ടുകുത്തി 76 മീറ്റർ നീളമുള്ള ഒരു സ്ലോഗ് സ്വീപ്പ് സിക്സർ അദ്ദേഹം പറത്തി. അടുത്ത 2 പന്തുകളിലും തുടർച്ചയായി കൂറ്റൻ സിക്സറുകൾ നേടി ആ ഓവറിൽ നിന്ന് മാത്രം 18 റൺസ് അടിച്ചുകൂട്ടിയതോടെ മുംബൈയുടെ റൺ റേറ്റ് റോക്കറ്റ് വേഗത്തിൽ കുതിച്ചുയർന്നു. പവർ പ്ലേ അവസാനിക്കുമ്പോഴേക്കും മുംബൈയുടെ സ്കോർ ബോർഡ് കുതിച്ചുപാഞ്ഞപ്പോൾ ചെന്നൈ ബോളർമാർ നിസ്സഹായരായി നിന്നു. നമാൻ ധീരും ഒട്ടും മോശമാക്കിയില്ല. മുകേഷ് ചൌധരിയുടെ പന്തിൽ മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു കൂറ്റൻ സിക്സർ പറത്തിക്കൊണ്ട് ടീമിന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. മുംബൈ എന്ന ആരവം സ്റ്റേഡിയത്തിൽ മുഴങ്ങിക്കേട്ടു. ഈ കൂട്ടുകെട്ട് ചെന്നൈയുടെ വിജയപ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുമെന്ന് തോന്നിയ നിമിഷത്തിലാണ് ഗേക്വാദ് തന്റെ തുറുപ്പുചീട്ടായ നൂർ അഹമ്മദിനെ കളത്തിലിറക്കിയത്. തന്റെ മാന്ത്രിക സ്പിന്നിലൂടെ നൂർ റിക്കൽട്ടനെ വലയിലാക്കി. 6.4 ഓവറിൽ നൂർ എറിഞ്ഞ ഫ്ലൈറ്റഡ് ഡെലിവറിയിൽ വീണ്ടും ഒരു സ്ലോഗ് സ്വീപ്പിന് ശ്രമിച്ച റിക്കൽട്ടനെ ഇത്തവണ ഭാഗ്യം തുണച്ചില്ല. പന്ത് ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി വായുവിൽ ഉയർന്നു. ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിൽ നിന്ന് ഉർവിൽ പട്ടേൽ വളരെ അനായാസമാ ക്യാച്ച് നേടിയതോടെ റിക്കൽട്ടന്റെ കൊടുങ്കാറ്റ് അവസാനിച്ചു. ഈ വിക്കറ്റ് വീണതോടെ ചെപ്പോക്ക് മൈതാനം വീണ്ടും മഞ്ഞക്കടലിന്റെ ഇരമ്പലിൽ മുങ്ങി. എന്നാൽ ആ നിശബ്ദതയ്ക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. കാരണം T20 ക്രിക്കറ്റിലെ അനിഷേധ്യ രാജാവായ സാക്ഷാൽ സൂര്യകുമാർ യാദവ് എന്ന മിസ്റ്റർ 360 ക്രീസിലെത്തിക്കഴിഞ്ഞിരുന്നു. ക്രീസിലെത്തിയപാടെ തന്റെ ആദ്യ പന്തിൽ തന്നെ അഫ്ഗാൻ സ്പിന്നർ നൂർ അഹമ്മദിന്റെ ഒരു വേഗവേറിയ പന്തിനെ സ്ലിപ്പിനും ഷോർട്ട് തേർഡ് മാനും ഇടയിലൂടെ മനോഹരമായ ഒരു ലേറ്റ് കട്ടിലൂടെ ബൗണ്ടറി കടത്തിക്കൊണ്ട് സൂര്യ തന്റെ വരവറിയിച്ചു. ഇതിനിടയിൽ നമാൻ ധീറിന് ഭാഗ്യം വീണ്ടും തുണയായി. ചെന്നൈയുടെ വിശ്വസ്ത താരം ശിവം ഡ്യൂബെ ഷോർട്ട് തേർഡ് മാനിൽ അദ്ദേഹത്തിന്റെ ഒരു എളുപ്പമുള്ള ക്യാച്ച് കൈവിട്ടു. ഈ അവസരം മുതലെടുത്ത് പ്രശാന്ത് വീറിന്റെ അടുത്ത ഓവറിൽ അതിമനോഹരമായ ഒരു ഇൻസൈഡ് ഔട്ട് ഡ്രൈവിലൂടെ പന്ത് അതിർത്തി കടത്തി. മറുവശത്ത് സൂര്യകുമാർ തന്റെ സംഹാര രൂപം പുറത്തെടുക്കുകയായിരുന്നു. നൂർ അഹമ്മദിന്റെ ഒരു ഗൂഗ്ലി മുൻകൂട്ടി കണ്ട് കൃത്യമായി വായുവിൽ പറത്തിയ പന്ത് 92 മീറ്റർ അകലെ ഗാലറിയിൽ ചെന്നു പതിച്ചു. ആ ഷോട്ടിന്റെ ശബ്ദം സ്റ്റേഡിയത്തിൽ ആകെ മാറ്റൊലിക്കൊണ്ടപ്പോൾ നൂർ അഹമ്മദിന്റെ മുഖത്ത് നിസ്സഹായത പ്രകടമായി. എന്നാൽ ഈ ഇതിഹാസ മത്സരത്തിൽ ഏവരെയും ഷട്ടിക്കുന്ന മറ്റൊരു അധ്യായം കൂടി ബാക്കിയുണ്ടായിരുന്നു. തന്റെ കന്നി IPL മത്സരം കളിക്കുന്ന യുവ ഫാസ്റ്റ് ബൌളർ രാമകൃഷ്ണ ഘോഷ് 70-ാം ഓവർ എറിയാനെത്തി. നമാൻ ധീർ തുടർച്ചയായി 2 ബൗണ്ടറികൾ അടിച്ച് അദ്ദേഹത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. പക്ഷേ 10.4 ഓവറിൽ ഘോഷ് തന്റെ തന്ത്രം മാറ്റി. ഒരു ഷോട്ട് ഓഫ് ലെങ്ത് പന്തിൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ബാറ്ററായ സൂര്യകുമാർ യാദവ് കുടുങ്ങി. പന്തിന്റെ ബൗൺസ് മനസ്സിലാക്കുന്നതിൽ പിഴവ് പറ്റിയ സൂര്യയുടെ ഷോട്ട് നേരെ സ്വീപ്പർ കവറിൽ നിന്ന് ദെവോൾ ബ്രേവിസിന്റെ കൈകളിൽ ഭദ്രമായി വിശ്രമിച്ചു. ബ്രേവിസ് ക്യാച്ച് എടുത്ത നിമിഷം ചെപ്പോക്കിലെ നിശബ്ദത ഒരു വലിയ ഗർജനമായി മാറി. ആ ഒറ്റ നിമിഷം കൊണ്ട് രാമകൃഷ്ണ ഘോഷ് ഒറ്റ രാത്രി കൊണ്ട് ഒരു സൂപ്പർ സ്റ്റാറായി മാറി. 12 ഓവർ പിന്നിടുമ്പോൾ മുംബൈ 3-106 എന്ന നിലയിലായിരുന്നു. 25 പന്തിൽ 42 റൺസുമായി ധീർ ക്രീസിലുണ്ടായിരുന്നു. 13-ാം ഓവറിൽ വീണ്ടും നൂർ അഹമ്മദിന്റെ മാന്ത്രികത കണ്ടു. 12.5 ഓവറിൽ പുറത്തേക്ക് തിരിഞ്ഞ ഒരു പരമ്പരാഗത ലെഗ് ബ്രേക്കിൽ സ്ലോഗ്
സ്വീപ്പിന് ശ്രമിച്ച തിലക് വർമ്മയുടെ ഷോട്ട് വായുവിൽ ഉയർന്നു. ക്യാച്ചിനായി നായകൻ ഗേക്വാദും ഉർവിൽ പട്ടേലും ഓടിയെത്തി പരസ്പരം കൂട്ടിയിടിക്കുമെന്ന അവസ്ഥയിലായെങ്കിലും അവസാന നിമിഷം നിയന്ത്രണം വീണ്ടെടുത്ത് ഗേക്വാദ് ആ നിർണായക ക്യാച്ച് സ്വന്തമാക്കി. തുടർന്ന് ക്രീസിലെത്തിയ നായകൻ ഹർദിക് പാണ്ഡ്യ ചെപ്പോക്കിലെ വേഗം കുറഞ്ഞ പിച്ചിൽ ടൈമിംഗും ഫുട്വർക്കും കണ്ടെത്താൻ പാടുപെടുകയായിരുന്നു. 15-ാം ഓവറിൽ രാമകൃഷ്ണ ഘോഷിനെതിരെ ഒരു ബൗണ്ടറി നേടിയെങ്കിലും അദ്ദേഹത്തിന്റെ താളം നഷ്ടപ്പെട്ട മട്ടായിരുന്നു. എന്നാൽ മറുവശത്ത് നമാൻ ധീർ തോൽവി സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. 17-ാം ഓവറിൽ ജെമി ഓവർട്ടൺ എറിഞ്ഞ ബൗൺസറിൽ ധീർ ഒരു പുൾ ഷോട്ടിന് ശ്രമിച്ചു. പന്ത് ബാറ്റിന്റെ മുകളിൽ തട്ടി നേരെ വിക്കറ്റ് കീപ്പറും അനേകായിരങ്ങളുടെ ആരാധനാപാത്രവുമായ സാക്ഷാൽ സഞ്ജു സാംസണിന്റെ അടുത്തേക്ക് ഒരു അതികഠിനമായ ക്യാച്ചായി പറന്നു. എന്നാൽ ആ വീരനായകനും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞില്ല. പന്ത് ബൗണ്ടറി കടന്നു. ഈ ജീവൻദാനത്തോടെ നമാൻ ധീർ വെറും 36 പന്തിൽ അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. അടുത്ത പന്തിൽ തന്നെ ഒരു കൂറ്റൻ സിക്സറും പറത്തി അദ്ദേഹം തന്റെ രൗദ്രഭാവം പ്രകടിപ്പിച്ചു. പക്ഷേ ഓവർടൺ തന്ത്രപരമായി എറിഞ്ഞ ഒരു ഓഫ് കട്ടറിൽ കബളിപ്പിക്കപ്പെട്ട ധീർ എക്സ്ട്രാ കവറിലേക്ക് പന്തടിച്ചുയർത്തി. അവിടെയുണ്ടായിരുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ഫീൽഡറായ സർഫറാസ് ഖാൻ ഒരു പുള്ളിപ്പുലിയെപ്പോലെ വായുവിൽ പറന്ന് 2 കൈകൊണ്ടും ആ അവിസ്മരണീയ ക്യാച്ച് സ്വന്തമാക്കി. ഇതോടെ മുംബൈയുടെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. പിന്നീട് മുംബൈ ഇന്നിംഗ്സ് ചീട്ടുകൊട്ടാരം പോലെ തകരുന്നതാണ് കണ്ടത്. 18-ാം ഓവറിൽ അൻഷുൽ കമ്പോജ് കൊടുങ്കാറ്റായി മാറി. റോബിൻ മിൻസ് ആദ്യ പന്തിൽ അതിമനോഹരമായ ഒരു ഡ്രൈവിലൂടെ ബൗണ്ടറി നേടി. എന്നാൽ അടുത്ത പന്തിൽ തന്നെ കമ്പോജിന്റെ വേഗമേറിയ പന്തിൽ മിൻസിന്റെ സ്റ്റമ്പുകൾ തെറിച്ചു. 19.3 ഓവറിൽ കമ്പോജിന്റെ 137 കിലോമീറ്റർ വേഗത്തിലുള്ള പന്തിൽ കൂറ്റൻ ഷോട്ടിന് ശ്രമിച്ച ഹർദിക് പാണ്ഡ്യയെ ഡീപ് മിഡ് വിക്കറ്റിൽ ഡെവോൾ ബ്രേവിസ് അനായാസം പിടിച്ചു. ഈ വിക്കറ്റോടെ കമ്പോജ് പർപ്പിൾ ക്യാപ്പിനായുള്ള ഓട്ടത്തിൽ ഒന്നാമതെത്തി. മുംബൈ 150 കടക്കില്ലെന്ന് തോന്നിയ നിമിഷത്തിലാണ് മഹാനായ കിവീസ് ബൌളർ ട്രെന്റ് ബോൾട്ട് ക്രീസിലെത്തിയത്. കമ്പോജിന്റെ പന്തിൽ ബോൾട്ട് തന്റെ ഫ്രണ്ട് ലെഗ് മാറ്റി മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു കൂറ്റൻ സിക്സർ പറത്തിക്കൊണ്ട് എല്ലാവരെയും അമ്പരപ്പിച്ചു. ഈ അവസാന പ്രഹരത്തിന്റെ പിൻബലത്തിൽ മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് പടുത്തുയർത്തി. അവരുടെ റൺ റേറ്റ് 7.95 ആയിരുന്നു. കടുത്ത പിച്ചിൽ അൻഷുൽ കമ്പോജും നൂർ അഹമ്മദും പുറത്തെടുത്ത അച്ചടക്കം അപാരമായിരുന്നു. അങ്ങനെ ഒന്നാം പകുതി അവസാനിച്ചപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് മുന്നിലുണ്ടായിരുന്നത് 160 റൺസിന്റെ വിജയലക്ഷ്യമായിരുന്നു. എന്നാൽ 160 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ബാറ്റിംഗിനിറങ്ങിയപ്പോൾ മൈതാനം അക്ഷരാർത്ഥത്തിൽ ഒരു മഞ്ഞക്കടലായി ഇളകി മറിയുകയായിരുന്നു. ചെപ്പോക്കിലെ സന്ധ്യയ്ക്ക് പെട്ടെന്ന് നിറം വെച്ചു. ക്രീസിലേക്ക് ആദ്യം എത്തിയത് സാക്ഷാൽ സഞ്ജു സാംസണും നായകൻ ഋതുരാജ് ഗെയ്ക്വാദുമാണ്. അനേകായിരങ്ങളുടെ റോൾ മോഡലും യഥാർത്ഥ ഹീറോയും ഭാവിയിൽ ടീമിനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നതുമായ സഞ്ജു സാംസൺ ബാറ്റുമായി മൈതാനത്തേക്ക് നടന്നെടുത്തപ്പോൾ ഗാലറിയിൽ ഉയർന്ന ഹർഷാരവം ബധിരമാക്കുന്നതായിരുന്നു. ആദ്യ ഓവർ എറിയാനെത്തിയ മഹാനായ കിവീസ് ബൌളർ ട്രെന്റ് ബോൾട്ടിന്റെ 138.6 കിലോമീറ്റർ വേഗതയുള്ള പന്തിൽ ബാക്ക്വേർഡ് പോയിന്റിനുമിടയിലൂടെ ഒരു മിന്നൽ പിണർ പോലെ പന്ത് അതിർത്തി കടത്തി സഞ്ജു തന്റെ രാജകീയ വരവറിയിച്ചു. ആ ബൗണ്ടറി സ്റ്റേഡിയത്തിൽ സൃഷ്ടിച്ച ആവേശം ചില്ലറയായിരുന്നില്ല. 2-ാം ഓവറിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൌളർ സാക്ഷാൽ ജസ്പ്രീത് ബുംറ പന്തെറിയാനെത്തി. 1.1 ഓവറിൽ ബുംറയുടെ തീ ഉണ്ട പോലൊരു പന്തിൽ സഞ്ജുവിന്റെ ബാറ്റിലുരച്ച് ഫസ്റ്റ് സ്ലിപ്പിലേക്ക് പോയ പന്ത് വളരെ അനായാസമായ ഒരു ക്യാച്ചായിരുന്നിട്ടും വിൽ ജാക്സ് അത് തറയിട്ടു. ജീവൻ തിരിച്ചുകിട്ടിയ സഞ്ജു 1.5 ഓവറിൽ ബുംറയുടെ പന്തിൽ ഒരു മനോഹരമായ പഞ്ച് ഷോട്ടിലൂടെ വീണ്ടും ബൗണ്ടറി കണ്ടെത്തി. എന്നാൽ ഈ വീരനായകന്റെ പോരാട്ടം അധികനേരം നീണ്ടുനിന്നില്ല. 2ാമത്തെ ഓവറിലെ അവസാന പന്തിൽ 138.7 കിലോമീറ്റർ വേഗതയിൽ വന്ന ഒരു കൃത്യതയാർന്ന ഔട്ട് സ്വിംഗറിൽ ബാറ്റ് വെച്ച സഞ്ജുവിന്റെ എഡ്ജിൽ തട്ടിയ പന്ത് റിയാൻ റിക്കൽട്ടൺ വലത്തേക്ക് വായുവിൽ ചാടി 2 കൈകൊണ്ടും പിടികൂടി. 9 പന്തിൽ 2 ബൗണ്ടറികളടക്കം 11 റൺസ് എടുത്ത് ആ ഹീറോ മടങ്ങുമ്പോൾ വിൽ ജാക്സിന് വലിയൊരു ആശ്വാസമായിരുന്നു. ഒപ്പം മുംബൈ ക്യാമ്പിനും. സഞ്ജു പുറത്തായെങ്കിലും ചെന്നൈയുടെ നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് മറുവശത്തൊരു സംഹാര ദാണ്ഡവത്തിന് കോപ്പുകൂട്ടുകയായിരുന്നു. 3-ാം ഓവറിൽ ബോൾട്ടിനെതിരെ ഒരു ക്ലാസിക് പുഷ് ഡ്രൈവിലൂടെ ബൗണ്ടറി നേടിയ അദ്ദേഹം തൊട്ടടുത്ത പന്തിൽ മനോഹരമായ ഒരു പുൾ ഷോട്ടിലൂടെ വീണ്ടും പന്ത് അതിർത്തി കടത്തി. ആ ഓവറിലെ അവസാന പന്തിൽ ഡീപ്പ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ അനായാസം ഒരു കൂറ്റൻ സിക്സർ കൂടി പറത്തിയതോടെ ആ ഓവറിൽ നിന്ന് മാത്രം ചെന്നൈ അടിച്ചെടുത്തത് 17 റൺസാണ്. തുടർന്ന് ക്രീസിലെത്തിയ ഉർവിൽ പട്ടേലും വെറുതെയിരുന്നില്ല. ബുംറയുടെ പന്തിൽ ഒരു ഗ്ലാൻസിലൂടെ ബൗണ്ടറി നേടിയ അക്കൗണ്ട് തുറന്ന ഉർവിൽ 5-ാം ഓവറിൽ ക്രിഷ് ഭഗത് പന്തെറിയാനെത്തിയപ്പോൾ തന്റെ പൂർണ്ണ രൂപം പുറത്തെടുത്തു. 131.4 കിലോമീറ്റർ വേഗതയുള്ള ഷോട്ട് പന്തിൽ ഒരു ടോപ്പ് എഡ്ജിലൂടെ 84 മീറ്റർ നീളമുള്ള ഒരു കൂറ്റൻ സിക്സർ. തൊട്ടടുത്ത പന്തിൽ മിഡോണിന് മുകളിലൂടെ ഒരു തകർപ്പൻ ബൗണ്ടറി. ആ ഓവറിലെ അവസാന പന്തിൽ തന്റെ മാന്ത്രിക കൈ തണ്ട് ഉപയോഗിച്ച് സ്ക്വയർ ലെഗിലൂടെ വീണ്ടും ഒരു പടുകൂറ്റൻ സിക്സർ പറത്തിയതോടെ ഉർവിലിന്റെ ആ ഓവറിൽ നിന്ന് മാത്രം ചെന്നൈ വാരിക്കൂട്ടിയത് 18 റൺസാണ്. മുംബൈ ശരിക്കും വിറച്ച നിമിഷങ്ങളായിരുന്നു അത്. 6-ാം ഓവറിൽ AM ഗസാൻഫർ പന്തെറിയാനെത്തിയപ്പോൾ 101.5 കിലോമീറ്റർ വേഗതയുള്ള പന്തിൽ ഗെയ്ക്വാദ് ഒരു കൂറ്റൻ സിക്സർ പറത്തി. ഇത് കണ്ട് മുംബൈ നായകൻ ഹർദിക് പാണ്ഡ്യ അവിശ്വസനീയതയോടെ നോക്കി നിന്നുപോയി.
എന്നാൽ 5.4 ഓവറിൽ 94.5 കിലോമീറ്റർ വേഗതയുള്ള ഒരു ക്യാരം ബോളിലൂടെ ഉർവിൽ പട്ടേലിനെ ക്ലീൻ ബൗൾഡാക്കി ഗസാൻഫർ മുംബൈക്ക് ചെറിയൊരു ആശ്വാസം നൽകി. ഉർവിലിന് പകരം ക്രീസിലെത്തിയത് കാർത്തിക് ശർമ്മയാണ്. രഘു ശർമ്മയുടെ പന്തിൽ ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു കിടിലൻ ബൗണ്ടറി പായിച്ച് കാർത്തിക് തന്റെ ഇന്നിംഗ്സ് ഗംഭീരമായി തുടങ്ങി. 8ാം ഓവറിൽ ഗസാൻഫറിന്റെ പന്തിൽ കാർത്തിക് ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ 77 മീറ്റർ നീളമുള്ള ഒരു പടുകൂറ്റൻ സിക്സർ പറത്തി മുംബൈയുടെ എല്ലാ പ്രതീക്ഷകളുടെയും ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞു. 13 ഓവറുകൾ പിന്നിടുമ്പോൾ ചെന്നൈ 2-114 എന്ന അത്യന്തം സുരക്ഷിത നിലയിലായിരുന്നു. ഗെയ്ക്വാദും കാർത്തിക് ശർമ്മയും ക്രീസിൽ ഉറച്ചു നിന്നതോടെ മുംബൈയുടെ ലോകോത്തര ബൌളിംഗ് നിര പൂർണ്ണമായും നിസ്സഹായരായി. ഈ കൂട്ടുകെട്ട് പിന്നീട് ഒരിക്കലും മുംബൈക്ക് ഒരു അവസരവും നൽകിയില്ല. ബാക്കിയുള്ള ഓവറുകളിൽ മുംബൈ ബൌളർമാരെ നിർദാക്ഷിണ്യം കടന്നാക്രമിച്ച് ചെന്നൈ സഖ്യം അവരെ അനായാസ വിജയത്തിലേക്ക് നയിച്ചു. ബുംറയും ബോൾട്ടും ഹർദിക്കും ഉൾപ്പെട്ട വമ്പൻ ബൌളിംഗ് നിരയെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കി 160 റൺസ് എന്ന വിജയലക്ഷ്യം ചെന്നൈ സൂപ്പർ കിങ്സ് രാജകീയം തന്നെ മറികടന്നു. ഒടുവിൽ പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ച് മുംബൈ ഇന്ത്യൻസ് തലകുനിച്ച് കളമൊഴിയുമ്പോൾ ചെപ്പോക്ക് മൈതാനത്ത് വിസിൽ പോടുവാനും മഞ്ഞപ്പടയുടെ സമാനതകളില്ലാത്ത വിജയഭേരി മുഴക്കുവാനും കാത്തുനിന്ന ലക്ഷക്കണക്കിന് ആരാധകരുടെ ആവേശം വാനോളം ഉയർന്നു. മുംബൈ ഇന്ത്യൻസ് ഉയർത്തിയ 159 റൺസ് എന്ന വെല്ലുവിളി കേവലം കുട്ടിക്കളി എന്നോണം ചെന്നൈ സൂപ്പർ കിങ്സ് മറികടന്നപ്പോൾ ലോകോത്തര ബൌളർമാരായ ജസ്പ്രീത് ബുംറയും ട്രെന്റ് ബോൾട്ടും ഹർദിക് പാണ്ഡ്യയും എന്ത് ചെയ്യണമെന്നറിയാതെ തലകുനിച്ചു നിന്നുപോയി. പരാജയത്തിന്റെ ആഴക്കയലിലേക്ക് വീണുപോയ മുംബൈ നിരയ്ക്ക് ചെപ്പോക്ക് എന്ന ഈ കോട്ട ഭേദിക്കുക എന്നത് അസാധ്യമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. രുതുരാജ് ഗെയ്ക്വാദും കാർത്തിക് ശർമ്മയും ചേർന്ന് നടത്തിയ അവിശ്വസനീയമായ ആക്രമണം T20 ക്രിക്കറ്റിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.